ഹലോ എവ്രി വൺ വെൽക്കം ടു ജിയോഡ് IAS കറണ്ട് അഫയേഴ്സ് ടോപ്പ് ലൈൻ. ജിയോഡ് IAS ഈ വർഷത്തെ PCM ബാച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ടാർഗറ്റഡ് ടു 2027 സിവിൽ സർവീസ് എക്സാമിനേഷൻസ്. ഇപ്പോൾ തന്നെ എല്ലാവരും ജോയിൻ ചെയ്യുക. അഫോർഡബിൾ ആണ്, ക്വാളിറ്റി ക്ലാസ്സസ് ആണ്. ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട് അവർ സെഷൻ ഫോർ ടുഡേ. ഫസ്റ്റ്, TSAT 1A. എന്താണ് TSAT 1A? എന്താണ് അതിൻ്റെ പ്രത്യേകത? TSAT 1A ഈസ് ഇന്ത്യാസ് ഫസ്റ്റ് പ്രൈവറ്റ്ലി ബിൽറ്റ് മിലിറ്ററി ഗ്രേഡ് ജിയോ സ്പേഷ്യൽ സാറ്റലൈറ്റ് ആണ്. പ്രൈവറ്റ്ലി ബിൽറ്റ് ആണ്. സാധാരണയായി സ്പേസ് ഡിഫൻസ് പോലുള്ള അല്ലെങ്കിൽ ഈ ന്യൂക്ലിയർ ഫീൽഡ് പോലുള്ള സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഫീൽഡ്സിലോട്ട് പ്രൈവറ്റ് എൻറ്റിറ്റീസിനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറില്ല. നമ്മുടെ ഒരു സുരക്ഷിതത്വത്തിന് ബാധിക്കുന്ന കാര്യമായതുകൊണ്ടും മെയിനായിട്ട് സെക്യൂരിറ്റിയെ ബാധിക്കുന്ന കാര്യമായതുകൊണ്ടാണ് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ അവോയ്ഡ് ചെയ്യുന്നത്. പക്ഷേ ഫസ്റ്റായിട്ട് നമ്മൾ ഒരു ജിയോ സ്പേഷ്യൽ സാറ്റലൈറ്റ് ഡെവലപ്പ് ചെയ്യാനായിട്ട് പ്രൈവറ്റ് എൻറ്റിറ്റിയെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിച്ചിരിക്കുകയാണ് ആദ്യമായിട്ടാണ്. ഇപ്പോൾ TSAT 1A എന്നാണ് ഈ ഒരു സാറ്റലൈറ്റിൻ്റെ പേര്. ജിയോ സ്പേഷ്യൽ സാറ്റലൈറ്റ് ആണ്, മിലിറ്ററി ഗ്രേഡ് സാറ്റലൈറ്റ് ആണ്. ഓക്കെ, ആരാ ഡെവലപ്പ് ചെയ്തത്? ടാറ്റ അഡ്വാൻസ് സിസ്റ്റം ലിമിറ്റഡ് ആണ് ഡെവലപ്പ് ചെയ്തത്. ദിസ് മാർക്സ് എ ഷിഫ്റ്റ് ഫ്രം ഗവൺമെൻറ് ഓൺലി സ്പേസ് മിഷൻസ്. നമ്മുടെ എല്ലാ സ്പേസ് മിഷനും ആരാണ് ക്യാരി ഔട്ട് ചെയ്യുന്നത്? ISRO ആണ് അല്ലേ. അവിടെ നിന്നും ISROയ്ക്ക് ഒരു റിലീഫ് കൊടുക്കുകയാണ്. ഒരു പ്രൈവറ്റ് എൻറ്റിറ്റി ആദ്യമായിട്ട് ഇതിലേക്ക് കടന്നു വരികയാണ്. അപ്പോൾ ISROയ്ക്ക് മറ്റ് മേഖലകളിലോട്ട് ശ്രദ്ധ പതിപ്പിക്കാൻ കോൺസെൻട്രേറ്റ് ചെയ്യാനും സാധിക്കും. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ് ഈ സാറ്റലൈറ്റ് യൂസ് ചെയ്യുന്നത്? എർത്ത് ഒബ്സർവേഷൻ ആണ്, അല്ലെങ്കിൽ ജിയോ സ്പേഷ്യൽ ഇൻ്റലിജൻസ് സാറ്റലൈറ്റ് ആണ്. എർത്തിനെ നമ്മൾ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. മെയിനായിട്ട് എർത്ത് ഒബ്സർവേഷന് വേണ്ടിയിട്ടാണ് ഈ സാറ്റലൈറ്റ് യൂസ് ചെയ്യുന്നത്. അതുമാത്രമല്ല ഹൈ റെസൊല്യൂഷൻ ഇമേജസ് കിട്ടുന്നു, അഡ്വാൻസ്ഡ് ഇമേജിംഗ് സെൻസേഴ്സ് യൂസ് ചെയ്യുന്നു. ആൻഡ് ഇതിൻ്റെ അതർ യൂസസ് ബോർഡർ മോണിറ്ററിങ്, മാരിടൈം സർവൈലൻസ്, സ്ട്രാറ്റജിക് ഇൻ്റലിജൻസ് ഗ്യാതറിങ്, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സപ്പോർട്ട്. ഈ ദുരന്തം ഉണ്ടായി കഴിയുമ്പോൾ അല്ലെങ്കിൽ ഉണ്ടാകുന്നതിന് മുന്നേ ഒക്കെ നമുക്ക് കാര്യങ്ങൾ അറിയാനും അതിനുശേഷമുള്ള ഇമേജസ് കിട്ടാനും ഒക്കെ ഇത് വളരെ യൂസ്ഫുൾ ആണ്. മാത്രവുമല്ല, ഞാൻ പറഞ്ഞതുപോലെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള സ്പേസ് എന്ന് പറയുന്ന മേഖലയിലേക്ക് ഒരു ഹൈബ്രിഡ് സിസ്റ്റം കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നു. അതായത് പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ്. ഗവൺമെൻറ് ഏജൻസീസ് ലൈക്ക് ISRO ഫോക്കസ് ഓൺ ലാർജ് മിഷൻസ്. ISROയ്ക്കൊക്കെ മറ്റ് ലാർജ് മിഷൻസിൽ ഫോക്കസ് ചെയ്യാൻ പറ്റും. പ്രൈവറ്റ് ഫേംസ് വരുന്നത് കൊണ്ട് തന്നെ കുറച്ചും കൂടെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കോസ്റ്റ് എഫക്റ്റീവ് സാറ്റലൈറ്റ്സ് ബിൽഡ് ചെയ്യാൻ നമുക്ക് സാധിക്കും. സോ വൈ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ബൂസ്റ്റ് മേക്ക് ഇൻ ഇന്ത്യ ഇൻ ഡിഫൻസ്. മേക്ക് ഇൻ ഇന്ത്യ ഡിഫൻസ് മേഖലയിൽ പ്രാവർത്തികമാക്കാൻ നമുക്ക് സാധിക്കുന്നു. മാത്രവുമല്ല, ഇറ്റ് റെഡ്യൂസസ് ഡിപ്പെൻഡൻസ് ഓൺ ഫോറിൻ സാറ്റലൈറ്റ് ഡേറ്റ. ഫോറിൻ എൻറ്റിറ്റീസുമായിട്ടുള്ള ഡിപ്പെൻഡൻസ് കുറയ്ക്കുന്നു. സ്ട്രെങ്തൻസ് ഇന്ത്യ സ്പേസ് ബേസ്ഡ് ഇൻ്റലിജൻസ് കേപ്പബിലിറ്റീസ്. സാറ്റലൈറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഡിഫൻസ് ടെക്നോളജീസ് വികസിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നു. TSAT 1Aയോടൊപ്പം നമ്മൾ കേട്ട മറ്റൊരു വാക്കാണ് ഫാൽക്കൺ 9. എന്താണ് ഫാൽക്കൺ 9? ഫാൽക്കൺ 9 ഈസ് എ റീയൂസബിൾ ഓർബിറ്റൽ റോക്കറ്റ് ഡെവലപ്ഡ് ബൈ SpaceX എന്ന് പറയുന്ന കമ്പനി ഡെവലപ്പ് ചെയ്ത് റീയൂസബിൾ ഓർബിറ്റൽ റോക്കറ്റാണ് ഫാൽക്കൺ 9. ഏറ്റവും പ്രധാനപ്പെട്ട ഫോക്കസ് ഏരിയ റീയൂസബിൾ ആണ്. സാധാരണ ഒരു റോക്കറ്റ് നമ്മൾ വിക്ഷേപിച്ച് കഴിഞ്ഞാൽ അത് ലോസ് ആണ്. കംപ്ലീറ്റ് ആ ഒരു കോസ്റ്റ് ഓഫ് മേക്കിംഗ് റോക്കറ്റ് ഈസ് ലോസ്റ്റ്. നമുക്ക് ഒരു ഭാഗം പോലും തിരിച്ചെടുക്കാൻ പറ്റില്ല. ബട്ട് ഹിയർ അങ്ങനെയല്ല. ആ ഒരു ഫസ്റ്റ് ബൂസ്റ്റർ പാർട്ട് നമുക്ക് തിരിച്ച് ഭൂമിയിലേക്ക് ലാൻഡ് ചെയ്ത് കൊണ്ടുവരാനും അടുത്ത പദ്ധതിക്കായിട്ട് യൂസ് ചെയ്യാനും സാധിക്കും. SpaceX ആരുടെ കമ്പനിയാണ്? ആരാണ് അതിൻ്റെ ഫൗണ്ടർ? നമുക്കറിയാമല്ലോ, ഇലോൺ മസ്ക് ആണ് SpaceXൻ്റെ ഫൗണ്ടർ. ഇതെല്ലാം ബേസിക്കായിട്ട് ആദ്യമായിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് തീരെ ബേസിക് ആയിട്ടുള്ള പോയിന്റ്സിലോട്ട് പോകുന്നത്. ഓക്കെ, അറിയാമെന്നുള്ളവർക്ക് ജസ്റ്റ് റിവിഷനായിട്ട് കണ്ടാൽ മതി. കീ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും റോക്കറ്റിന് 70 മീറ്റേഴ്സ് ഹൈറ്റ് ഉണ്ട്. 2 സ്റ്റേജ് റോക്കറ്റാണ്. ഫസ്റ്റ് സ്റ്റേജ് നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും, റീയൂസ് ചെയ്യാൻ പറ്റും. പേലോഡ് കപ്പാസിറ്റി 22,800 കിലോഗ്രാം ടു ലോ എർത്ത് ഓർബിറ്റിലേക്ക് 22,000 കിലോഗ്രാം വരെ വെയിറ്റ് ലോഞ്ച് ചെയ്യാൻ നമുക്ക് ഈ ഒരു ഫാൽക്കൺ 9 റോക്കറ്റ് വഴി സാധിക്കുന്നു. നേരത്തെ പറഞ്ഞ പോലെ ഗ്രേറ്റ്ലി റെഡ്യൂസ്ഡ് ലോഞ്ച് കോസ്റ്റ്. നമുക്ക് ബൂസ്റ്റർ ഭാഗം തിരിച്ച് ലാൻഡ് ചെയ്യിക്കാൻ പറ്റുന്നത് കൊണ്ട് തന്നെ ഒരുപാട് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ളൊരു റോക്കറ്റാണ് ഫാൽക്കൺ 9. ഞാനിപ്പോൾ പറഞ്ഞതിൻ്റെ ചെറിയൊരു പിക്ടോഗ്രാഫിക് ഡെമോൺസ്ട്രേഷനാണ് ഈ കാണുന്നത്. റോക്കറ്റ് ലോഞ്ച് ചെയ്ത് കുറച്ച് നേരം കഴിയുമ്പോൾ കണ്ടോ, സ്പ്ലിറ്റായിട്ട് ആ ബൂസ്റ്റർ ഭാഗം തിരിച്ച് നമുക്ക് ലാൻഡിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. ഇത് തന്നെ നമുക്ക് അടുത്ത പ്രൊജക്റ്റിൽ യൂസ് ചെയ്യാനും സാധിക്കും. ഈ റോക്കറ്റ്സിൻ്റെ മേജർ യൂസസ് ആണ് ലോഞ്ചിങ് സാറ്റലൈറ്റ്സ് ലൈക്ക് സ്റ്റാർലിങ്ക്, സപ്ലൈങ് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ, ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് മിഷൻ, മിലിറ്ററി ആൻഡ് സയൻറ്റിഫിക് പേലോഡ്. എന്താണ് ഈ സ്റ്റാർലിങ്ക്? SpaceX ഓപ്പറേറ്റഡ് സാറ്റലൈറ്റ് ആണ്. ഇൻ്റർനെറ്റ് കണക്ഷന് വേണ്ടിയിട്ടാണ്. ബ്രോഡ്ബാൻഡ് കവറേജ് ആണ്. അറൗണ്ട് 150 കൺട്രീസിലോട്ട് ബ്രോഡ്ബാൻഡ് കവറേജ് സാധ്യമാക്കുന്ന സാറ്റലൈറ്റ് ആണ് സ്റ്റാർലിങ്ക്. ഇപ്പോൾ ഫാൽക്കൺ 9 ലോഞ്ച് വെഹിക്കിളാണ്. TSAT 1A സാറ്റലൈറ്റ് ആണ്.
ഈ ഒരു മിഷൻ്റെ പേര് ബാൻഡ് വേഗൻ 1 റൈഡ് ഷെയർ മിഷൻ എന്നാണേ. റൈഡ് ഷെയർ എന്ന് പറഞ്ഞാൽ ഒരു റോക്കറ്റിൽ ഒരുപാട് സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്യുന്ന ഒരു പദ്ധതിയാണ്. നമ്മളപ്പോൾ TSAT-1A പഠിപ്പിച്ച് തുടങ്ങിയ സമയം മുതൽ കേൾക്കുന്നതാണ് ലോ എർത്ത് ഓർബിറ്റ്. ലോ എർത്ത് ഓർബിറ്റ് എന്താണ് ലോ എർത്ത് ഓർബിറ്റ്? ലോ എർത്ത് ഓർബിറ്റ് ഈസ് എ റീജിയൻ ഓഫ് സ്പേസ് ക്ലോസസ്റ്റ് ടു എർത്ത് വെയർ മോസ്റ്റ് സാറ്റലൈറ്റ്സ് ഓർബിറ്റ്. എർത്തിനോട് തൊട്ടടുത്ത് നിൽക്കുന്ന ഓർബിറ്റാണ് ലോ എർത്ത് ഓർബിറ്റ്. 160 മുതൽ 2000 കിലോമീറ്റർ ആണ് എർത്തിൽ നിന്നും അകലം ഉണ്ടാവുക. എബവ് എർത്ത് സ്പീഡ് 28,000 കിലോമീറ്റേഴ്സ് ആയിരിക്കും. വെരി ഫാസ്റ്റ് ആണ്. ഒരു തവണ എർത്തിനെ ചുറ്റി വരാൻ അറൗണ്ട് 90 to 120 മിനിറ്റ്സ് എടുക്കും. സോ ഇറ്റ്സ് വെരി ഫാസ്റ്റ്. എർത്തിനോട് തൊട്ട് അടുത്താണ് നിൽക്കുന്നത്. അത് മാത്രമല്ല ലോഞ്ച് കോസ്റ്റും വളരെ കുറവാണ്. എപ്പോഴും പറയാറുള്ളതാണ്, നമ്മൾ കറണ്ട് അഫയേഴ്സ് പഠിക്കുമ്പോൾ സ്റ്റാറ്റിക്കും അതായത് ബേസിക്സും കൂടെ കവർ ചെയ്ത് പോകുന്നതാണ് ഏറ്റവും നല്ലത്. ബേസ് സ്ട്രോങ് ആണെങ്കിൽ മാത്രമേ നമ്മൾ കറണ്ട് അഫയേഴ്സ് അതിൽ കൺസ്ട്രക്ട് ചെയ്തിട്ട് കാര്യമുള്ളൂ, അതും സ്ട്രോങ് ആയി നിൽക്കുള്ളൂ. ഓക്കെ, മെയിനായിട്ടും കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ്സ് ആണ് ലോ എർത്ത് ഓർബിറ്റ് സാറ്റലൈറ്റ്സ് വരുന്നത്. ഈ ലോ എർത്ത് ഓർബിറ്റിൽ വരുന്ന സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ എർത്തിനെ ഒബ്സർവ് ചെയ്യാൻ സഹായിക്കുന്നു. ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനൊക്കെ ലോ എർത്ത് ഓർബിറ്റിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. വൈ LEO ഈസ് ഇമ്പോർട്ടൻറ്റ്? എർത്തിനോട് അടുത്താണ്, ക്ലിയർ ഇമേജസ് കിട്ടും, ലോവർ ഡിലേ ആണ്, ഫാസ്റ്റർ കമ്മ്യൂണിക്കേഷൻ ആണ്, ചീപ്പർ ടു റീച്ച് ആണ്, ലെസ് ഫ്യൂവലാണ് ഇതിന് ആവശ്യം വരുന്നത് ലോഞ്ച് ചെയ്യാനായിട്ട്. ഈ കാണുന്നതാണ് ലോ എർത്ത് ഓർബിറ്റ്, അതിലുള്ള സാറ്റലൈറ്റ്. ഇത് പറയുമ്പോൾ കൂടെ പറയേണ്ട ഒരു കാര്യമാണ് ജിയോ സ്റ്റേഷനറി ഓർബിറ്റ് എന്താണെന്നുള്ളത്. GEO, ജിയോ സ്റ്റേഷനറി, ആ പേരിൽ തന്നെയുണ്ട്. എർത്തിൻ്റെ മുകളിലായിട്ട് ഒരു 35,000 കിലോമീറ്ററിന് മുകളിലായിട്ട് എർത്തിൻ്റെ ഒരു ഫിക്സ്ഡ് പോയിന്റിൽ എർത്തിനോടൊപ്പം റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു സാറ്റലൈറ്റ് ആണ് ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്. അത്തരത്തിലുള്ളൊരു ഓർബിറ്റിനെയാണ് ജിയോ സ്റ്റേഷനറി ഓർബിറ്റ് എന്ന് പറയുന്നത്. എർത്തിൻ്റെ റൊട്ടേഷനെ മാച്ച് ചെയ്യുന്നതാണ് ഓർബിറ്റ് ടൈം. 24 hours ആണ് സാറ്റലൈറ്റ് എർത്തിന് ചുറ്റി വരാനായിട്ട് ഉപയോഗിക്കുന്നത്. പക്ഷേ ഒറ്റ ഡിഫറൻസേ ഉള്ളൂ, ഒരു ഫിക്സ്ഡ് പോയിന്റിലാണ് എർത്തിൻ്റെ കൂടെയാണ് ചുറ്റി വരുന്നത്. ഓക്കെ, ഒരു ഹ്യൂജ് ഏരിയ കവർ ചെയ്യാൻ ഉപയോഗിക്കുന്നു. പെർഫെക്റ്റ് ഫോർ TV, വെതർ, കമ്മ്യൂണിക്കേഷൻ എക്സെട്ര. ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഡിലേ ഉണ്ടാവുന്നു, ഇമേജ് റെസൊല്യൂഷൻ കുറവായിരിക്കും. മാത്രമല്ല സാറ്റലൈറ്റ് ലോഞ്ച് കോസ്റ്റും കൂടുതലായിരിക്കും. ഇത് മിക്കവാറും വെതർ സാറ്റലൈറ്റ്, കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ഒക്കെ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇൻസാറ്റ് സീരീസിലൊക്കെ വരുന്നത് ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്സ് ആണ്. ഇവിടെ കാണിച്ചിരിക്കുന്നത് ലോ എർത്ത് ഓർബിറ്റും ജിയോ സ്റ്റേഷനറി ഓർബിറ്റുമായിട്ടുള്ള കമ്പാരിസൺ ആണ്. ജിയോ സ്റ്റേഷനറി ഓർബിറ്റ് GEO എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. കണ്ടോ, ലോ എർത്ത് ഓർബിറ്റിലാകുമ്പോഴത്തേക്കും അത് ഹൈറ്റ് വളരെ കുറവാണ്. ജിയോ സ്റ്റേഷനറി ആകുമ്പോൾ ഹൈറ്റ് കൂടുതലാണ്. ലോ എർത്ത് ഓർബിറ്റിൽ സാറ്റലൈറ്റ്സിൻ്റെ മൂവ്മെൻറ്റ് ഫാസ്റ്റാണ്. ജിയോ സ്റ്റേഷനറി ആകുമ്പോൾ അത് ഫിക്സ്ഡ് പൊസിഷനിൽ എർത്തിനോടൊപ്പമാണ് മൂവ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ സ്മോൾ ഏരിയ ആണ് കവർ ചെയ്യുന്നത്, സെക്കൻഡ് വൺ ലാർജ് ഏരിയ കവർ ചെയ്യുന്നു. ലോ എർത്ത് ഓർബിറ്റിലുള്ള സാറ്റലൈറ്റ്സിന് ഡിലേ കുറവാണ്. ജിയോ സ്റ്റേഷനറി ആണെങ്കിൽ ഡിലേ കൂടുതലായിരിക്കും. LEO സാറ്റലൈറ്റ്സ് ആർ ബെസ്റ്റ് ഫോർ ഇമേജിംഗ്, സ്പൈയിങ്, ISS. ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്സ് TV, വെതർ ഫോർകാസ്റ്റിംഗ് ഇതിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ലോ എർത്ത് ഓർബിറ്റ്, ജിയോ സ്റ്റേഷനറി, ഇതിനോടൊപ്പം എല്ലാം പറഞ്ഞു പോകുന്ന വേറൊരു വാക്കാണ് ജിയോ സിങ്ക്രണസ് ഓർബിറ്റ്. എന്താണ് ജിയോ സിങ്ക്രണസ് ഓർബിറ്റ്? ഇത് GSO എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. സാറ്റലൈറ്റ് 24 hours തന്നെയാണ് എർത്തിനെ റൊട്ടേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. പക്ഷേ ഫിക്സ്ഡ് പോയിന്റിലല്ല എന്ന് മാത്രം, സ്റ്റേഷനറി അല്ല. ഓക്കെ, ഒരു 8 എന്ന് മാർക്ക് ചെയ്യുന്ന പോയിന്റിലാണ് ഈ സാറ്റലൈറ്റ് മൂവ് ചെയ്യുന്നത്. സോ ഓൾ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്സ് ആർ ജിയോ സിങ്ക്രണസ്. ഓൾ ജിയോ സിങ്ക്രണസ് സാറ്റലൈറ്റ്സ് ആർ നോട്ട് ജിയോ സ്റ്റേഷനറി. എല്ലാ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്സും ജിയോ സിങ്ക്രണസ് ആണ്. എല്ലാ ജിയോ സിങ്ക്രണസും ജിയോ സ്റ്റേഷനറി ആവണമെന്നില്ല, ഒരു ഫിക്സ്ഡ് പോയിന്റിൽ നിൽക്കണം എന്നില്ല. ഓക്കെ, ജിയോ സ്റ്റേഷനറി ആൻഡ് ജിയോ സിങ്ക്രണസ് ഓർബിറ്റിലുള്ള സാറ്റലൈറ്റ്സ് ഏതാണ്ട് ക്യാരക്ടേഴ്സ് എല്ലാം സെയിം ആണ്. എടുക്കുന്ന ടൈം എല്ലാം 24 hours കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഒറ്റ വ്യത്യാസമേ ഉള്ളൂ, ജിയോ സിങ്ക്രണസ് ഇസ് നോട്ട് ഫിക്സ്ഡ്. ഓക്കെ, ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് ഒരു ഫിക്സ്ഡ് പോയിന്റിലാണ് നിൽക്കുന്നത്. നെക്സ്റ്റ് ടോപ്പിക്ക് നെക്സ്റ്റ് ജനറേഷൻ ലോഞ്ച് വെഹിക്കിളാണ്. ഫാൽക്കൺ 9 പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇത് പറഞ്ഞു പോവാം. ഫാൽക്കൺ 9 പോലെ ഒരു ലോഞ്ച് വെഹിക്കിൾ റോക്കറ്റ് തന്നെയാണിത്. ഇതിലും റീയൂസബിൾ പാർട്ടുണ്ട്. നമുക്ക് ആഫ്റ്റർ ഫ്യൂ മിനിറ്റ്സ് ആ ഒരു ഫസ്റ്റ് ബൂസ്റ്റർ പാർട്ട് നമുക്ക് തിരിച്ച് ലാൻഡിലേക്ക് കൊണ്ടുവരാൻ പറ്റും. NGLV ക്യാൻ റീപ്ലേസ് PSLV, GSLV, LVM-3. ഇപ്പോൾ കറൻ്റ്ലി നമ്മൾ യൂസ് ചെയ്യുന്ന ഈ റോക്കറ്റ്സിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടായിരിക്കും NGLV വരാൻ പോകുന്നത്. കാര്യം കോസ്റ്റ് എഫക്റ്റീവാണ്. നമുക്ക് ആ ഒരു ബൂസ്റ്റർ പാർട്ട് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് കൊണ്ട് തന്നെ ഓരോ പ്രാവശ്യവും നമ്മൾക്ക് ഒരുപാട് പൈസയാണ് നമുക്ക് ലാഭിക്കാൻ സാധിക്കുന്നത്. മാത്രവുമല്ല, ഇറ്റ് ഈസ് ഡിസൈൻഡ് ഫോർ ഹ്യൂമൻ മിഷൻ. മനുഷ്യരെ സ്പേസിലേക്ക് എത്തിക്കാനുള്ള മിഷന് വേണ്ടിയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ക്യാൻ ക്യാരി ഹെവി പേലോഡ്സ്. വളരെയധികം വെയിറ്റ് ക്യാരി ചെയ്യാൻ പറ്റും.
മോഡുലാർ ഡിസൈനാണ്, ഫ്ലെക്സിബിൾ കോൺഫിഗറേഷൻസിലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, LVM-3 എന്ന് പറയുന്നത് GSLV Mk3 ആണ് കേട്ടോ. അതിൻ്റെ പുതിയ പേരാണ് LVM-3. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇതിൽ തന്നെ പറയുന്നുണ്ട്, അല്ലെങ്കിൽ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം. PSLV, GSLV, LVM-3 ഒക്കെ നമ്മളിപ്പോൾ കറൻ്റ് യൂസ് ചെയ്യുന്ന റോക്കറ്റ്സിൻ്റെ പേരാണ്. അറിഞ്ഞൂടാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ബേസിക് ആയിട്ടുള്ള കാര്യം പറഞ്ഞുതരാം. LVM-3 ആണ് കറൻ്റ്ലി നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള റോക്കറ്റ്. ഹെവി പേലോഡാണ്. അത് മാത്രമല്ല ഗഗൻയാൻ പോലുള്ള മിഷൻസിലൊക്കെ യൂസ് ചെയ്യാൻ പോകുന്ന LVM-3 ആണ്, യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന LVM-3 ആണ്. GSLV Mk3 എന്നാണ്. ചന്ദ്രയാൻ 3യിൽ യൂസ് ചെയ്തും LVM-3 തന്നെയാണ്. ഏറ്റവും പ്രധാനമായിട്ട് സ്പേസ് സ്റ്റേഷൻ പ്ലാൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു റോക്കറ്റ് ടെക്നോളജിയും കൂടിയാണ് ഇത്. Why it is important? Moves India towards reusable space technology. നമ്മൾ വർഷാവർഷം ഇത്രയും റോക്കറ്റ്സ് നമുക്ക് ലോസ് ആവുകയാണ്. അതായത് ഒരു റോക്കറ്റ് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫുള്ളി ലോസ് ആണ്. അതിന് പകരം നമുക്ക് റീയൂസബിൾ ആയിട്ടൊരു പാർട്ട് തിരിച്ച് കിട്ടുകയാണ്. അത് നമുക്ക് കോസ്റ്റ് എഫക്റ്റീവ്നെസ്, നമ്മുടെ എഫിഷ്യൻസി കൂട്ടുന്നു. അത് മാത്രമല്ല ഓരോ സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്യുന്നതിനും നമുക്ക് കോസ്റ്റ് കുറയുന്നു. ആക്ച്വലി നെക്സ്റ്റ് ജനറേഷൻ ലോഞ്ച് വെഹിക്കിൾ എന്ന് പറയുന്നത് റീയൂസബിൾ വേർഷൻ ഓഫ് LVM-3 തന്നെയാണ്. ഓക്കെ, ഇന്ത്യയുടെ പൊസിഷൻ കൊമേഴ്ഷ്യൽ സ്പേസ് മാർക്കറ്റിൽ വളരെയധികം ഉയർന്ന നിലയിലേക്ക് എത്തിക്കാനായിട്ട് ഈ ഒരു പുതിയ സാധ്യത നമുക്ക് ഉപയോഗപ്പെടുത്താനാകും. ഈ ഒരു റോക്കറ്റിൻ്റെ ഒരു കമ്പാരിസണാണ് ഈ കൊടുത്തിരിക്കുന്നത്, NGLV ആൻഡ് LVM-3. NGLV വർക്കിംഗ് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഈ റോക്കറ്റ് ഞാൻ പറഞ്ഞ പോലെ ടോളർ, സ്ട്രോങ്ങർ ആൻഡ് സ്മാർട്ടർ ദാൻ എനി അതർ ഇന്ത്യൻ കറൻ്റ്ലി യൂസിങ് റോക്കറ്റ്സ്. ഇതിന് മെയിൻ 3 സ്റ്റേജാണ്. സ്റ്റേജ് 1ൽ ഫസ്റ്റ് 2 ആ ബൂസ്റ്റർ സെപ്പറേറ്റഡ് ആവും. ഓക്കെ, ബൂസ്റ്റർ സെപ്പറേറ്റഡ് ആയിട്ട് ഈ ബൂസ്റ്റർ നമുക്ക് തിരിച്ച് ലാൻഡ് ചെയ്യിക്കാൻ, സേഫായിട്ട് തിരിച്ച് ലാൻഡ് ചെയ്യിക്കാൻ പറ്റും, റീയൂസ് ചെയ്യിക്കാൻ പറ്റും. ഓക്കെ, ഇതാണ് തിരിച്ച് സേഫായിട്ട് നമുക്ക് ലാൻഡ് ചെയ്യിക്കാൻ പറ്റും. സ്റ്റേജ് 2ൽ ബാക്കിയുള്ളതിൽ ഫയറിംഗ് സ്റ്റാർട്ട് ചെയ്യും. പിന്നീട് അതാണ് റോക്കറ്റിൻ്റെയും സാറ്റലൈറ്റ് ലോഞ്ചിങ്ങിനെയും ഹെൽപ്പ് ചെയ്യുന്നത്. തേർഡ് സ്റ്റേജ് എന്ന് പറയുമ്പോഴത്തേക്കും പേലോഡ് ഫയറിംഗ് ഓപ്പൺ ആയിട്ട് സാറ്റലൈറ്റ് റിലീസാവും. പേലോഡ് മാക്സിമം കേപ്പബിലിറ്റി 30 ടൺസ് വരെ ലോ എർത്ത് ഓർബിറ്റിൽ റിലീസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇങ്ങനെയാണ് സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്യപ്പെടുന്നത്. അപ്പോൾ നെക്സ്റ്റ് ജനറേഷൻ ലോഞ്ച് വെഹിക്കിൾ വിൽ പവർ ഇന്ത്യാസ് ഫ്യൂച്ചർ മിഷൻസ് ടു ദ മൂൺ, സ്പേസ് സ്റ്റേഷൻ ആൻഡ് ബിയോണ്ട്. നമ്മുടെ ഭാരതത്തിൻ്റെ ഫ്യൂച്ചർ പ്രൊജക്ട്സായ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ ആൻഡ് ഇന്ത്യസ് ക്രൂഡ് ലാൻഡിങ് ഓൺ ദ മൂൺ, ഇതിനെല്ലാം ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത് NGLV ആയിരിക്കും. ഓക്കെ, നമ്മൾ ഈ ഒരു ക്ലാസ് എടുത്തപ്പോൾ കേട്ടൊരു വാക്കാണ് ക്രയോജനിക് എൻജിൻ. എന്താണ് ക്രയോജനിക് ടെക്നോളജി? സൂപ്പർ കൂൾഡ് ഫ്യൂവലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സൂപ്പർ പവർഫുൾ എൻജിൻ ആയിരിക്കും ആ ഒരു റോക്കറ്റിൽ ഉണ്ടാവുക. ക്രയോജനിക് എൻജിൻ യൂസസ് ലിക്വിഡ് ഹൈഡ്രജൻ ആൻഡ് ലിക്വിഡ് ഓക്സിജൻ. അത് എങ്ങനെയായിരിക്കും വെച്ചാൽ വെരി ലോ ടെമ്പറേച്ചേഴ്സിലായിരിക്കും യൂസ് ചെയ്യുന്നത്. ഹൈ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ത്രസ്റ്റിന് ആ ഒരു അപ്ലിഫ്റ്റ് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. റോക്കറ്റ്സിനൊക്കെ വളരെ യൂസ്ഫുള്ളാണ്, നമ്മുടെ സ്പേസ് മിഷൻസിനൊക്കെ വളരെ യൂസ്ഫുള്ളാണ് ഈ ഒരു ക്രയോജനിക് എൻജിൻ എന്ന് പറയുന്നത്. GSLVയിലും LVM-3യിലും ഒക്കെ ഈ ക്രയോജനിക് എൻജിനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ISRO ഡെവലപ്പ് ചെയ്തതാണ്. വളരെയധികം കഷ്ടപ്പെട്ട് ഇയേഴ്സ് ഓഫ് എഫേർട്ട് എടുത്തിട്ടാണ് ഈ ക്രയോജനിക് എൻജിൻ ടെക്നോളജി വികസിപ്പിച്ചെടുത്തത്. NGLV, LVM-3 ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്ത പോലെ PSLVയും GSLVയും നെക്സ്റ്റ് പാർട്ടിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ലെറ്റ്സ് വൈൻഡ് അപ്പ് അവർ സെഷൻ ഫോർ ടുഡേ. താങ്ക് യു.